ഭക്തജനങ്ങളെ, കൈലാസേശ്വരൻ ശ്രീ മഹാദേവനും രോഗനാശകനായ ഖണ്ഡാകർണസ്വാമിയും ദേശത്തിന് ഐശ്വര്യാഭിവൃദ്ധികൾ ചൊരിഞ്ഞു കുടികൊള്ളുന്ന പുണ്യപുരാതന ദേവസ്ഥാനമായ കാഞ്ഞിരഞ്ചിറ കളപ്പുര ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസത്തിന്റെയും അവസാന വെള്ളിയാഴ്ച തോറും അഷ്ടാഭിഷേകം നടക്കുന്നു. ഇഷ്ടദേവനായ ഖണ്ഡാകർണസ്വാമിക്കായി നടത്തപ്പെടുന്ന അഷ്ടാഭിഷേകത്തിന് നാമനക്ഷത്രങ്ങളിൽ കാലേകൂട്ടി രസീത് മുറിച്ച് അഭിഷേകാദികൾ നടത്തി പങ്കുകൊള്ളുവാൻ സജ്ജന സുഹൃത്തുക്കളെയവരെയും കളപ്പുരയപ്പൂപ്പന്റെ തിരുമണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കളപ്പുരവാഴും ശ്രീ മഹാദേവാനെ തിരുമുന്നിലഖിലായി ഞാൻ എരിഞ്ഞിടുന്നു. ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും വേഗത്തിൽ ലഭിക്കുവാനായും സർവാഭീഷ്ട സിദ്ധിക്കുമായി ദേവന് സമർപ്പിക്കുന്ന അഭിഷേകമാണ് അഷ്ടാഭിഷേകം. ഗന്ധതൈലം, പഞ്ചഗവ്യം, പഞ്ചാമൃതം, പശുവിൻ പാല്, ഇളനീര്, തൈര്, തേൻ, കളഭം എന്നിങ്ങനെ ഉള്ള ദ്രവ്യങ്ങളെ ഉപയോഗിച്ച് ചൈതന്യം തുളുമ്പുന്ന ഭഗവത് ബിംബത്തിൽ അഭിഷേകിക്കുന്നു. ഉഷപൂജയ്ക്കനന്തരം സ്നാനഘട്ടത്തിൽ താളമേളവാദ്യങ്ങളോടെയും ഓം ശ്രീ ഖണ്ഡാകർണായ നമഃ എന്ന മന്ത്രങ്ങളോടെയും പുറത്ത് ഭക്തരും ശ്രീകോവിലിൽ മേൽശാന്തി, ശ്രീരുദ്രം, പുരുഷസൂക്തം, സംവാദസൂക്തം, സപ്തശുദ്ധി എന്നിങ്ങനെ ഇത്യാദി അഭിഷേക മന്ത്രങ്ങൾ കൊണ്ടും അഷ്ടാഭിഷേകം ദേവന് സമർപ്പിക്കുന്നു. ദേവന് സമർപ്പിക്കുന്ന അഭിഷേകങ്ങളിൽ അത്യുത്തമമാണ് അഷ്ടാഭിഷേകം. സർവാഭീഷ്ട സിദ്ധിയാണ് ഫലം, ക്ഷിപ്രഫലസിദ്ധിയാണെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്ന ഈ ലളിതമായ കർമ്മത്തിൽ കദളിപ്പഴം, ഉണക്കമുന്തിരി, ശർക്കര, കൽക്കണ്ടം, ചെറുതേൻ, നെയ്യ്, പശുവിൻ പാൽ, ഇളനീർ എന്നിങ്ങനെ 8 കൂട്ടം ദ്രവ്യങ്ങളും ഉൾപ്പെടുന്നു. ചടങ്ങ് ദിവസം പ്രഭാതത്തിൽ ശാന്തിക്കാർ ഈ 8 കൂട്ടങ്ങളെയും കരിമ്പാകുന്ന ഉലക്ക കൊണ്ട് ഉരലിൽ വെച്ച് അഭിഷേകം നടത്തുവാനുള്ള ക്രമത്തിലാക്കും. ശേഷം വലിയ പാത്രത്തിലെടുത്ത് അഭിഷേകത്തിനായി നിശ്ചയിക്കുന്ന സമയത്തിൽ താളമേളവാദ്യങ്ങളോടെയും മന്ത്രജപങ്ങളോടെയും തൊഴുതു നിൽക്കുന്ന ഭക്തരുടെ സാന്നിധ്യത്തിൽ ശ്രീകോവിലിൽ ദേവന് സമർപ്പിക്കുന്നു. സർവ്വ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും കൈവരുന്ന ഈ ശ്രേഷ്ഠമായ വഴിപാടിൽ സന്നിഹിതരാകുവാൻ ഭക്തജനങ്ങളെയവരെയും കാഞ്ഞിരഞ്ചിറ കളപ്പുര ശ്രീ ഖണ്ഡാകർണ മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് ഭക്ത്യാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. പ്രഭ ചൊരിയേ